2026 ഹജ്ജ് നിർവഹിക്കാൻ പദ്ധതിയിടുന്ന ഇന്ത്യൻ തീർത്ഥാടകർ ജനുവരി 15-നകം ബുക്കിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്രം. അംഗീകൃത ഓപ്പറേറ്റർമാർ വഴി മാത്രം ബുക്ക് ചെയ്യാൻ തീർത്ഥാടകരോട് നിർദ്ദേശവും നൽകി. സൗദി ഭരണകൂടം നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ യാത്രാ താമസ സൗകര്യങ്ങൾ കൃത്യമായി ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജ്ജു തീർത്ഥാടകരോട് ആവശ്യപ്പെട്ടത്. പുണ്യയാത്രയ്ക്ക് അവസാന നിമിഷത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ അംഗീകൃത ഓപ്പറേറ്റർമാർ വഴി മാത്രം ബുക്ക് ചെയ്യാൻ തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സുഗമവും സംഘടിതവുമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം നിശ്ചയിച്ച സമയപരിധി അനുസരിച്ച് 2026 ഫെബ്രുവരി 1-നാണ് ഹജ്ജ് 2026-നുള്ള ഭവന സേവന കരാറുകൾ അന്തിമമാക്കുന്നതിനുള്ള അവസാന തീയതി. സൗദി അറേബ്യയിലെ തീർത്ഥാടകർക്ക് താമസം, ഗതാഗതം, മറ്റ് ലോജിസ്റ്റിക്കൽ സേവനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിന് ഈ കരാറുകൾ നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിലെ പാർക്കിംഗ് ഏരിയകൾ കേന്ദ്രീകരിച്ച് പുതിയ തട്ടിപ്പ് വ്യാപകം. വ്യാജ QR കോഡുകൾ വഴി പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നവരുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതായി കണ്ടെത്തി. ദുബൈയിലെ പാർക്കിംഗ് ഏരിയകളിൽ വ്യാജ QR കോഡുകൾ സ്ഥാപിച്ച ഡ്രൈവർമാരുടെ സ്വകാര്യ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതായി കണ്ടെത്തൽ. വ്യാജ QR കോഡുകൾ സ്ഥാപിച്ച ഡ്രൈവർമാരെ വഞ്ചനാപരമായ ലിങ്കുകൾ വഴി പണമടയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതായാണ് പുതിയ തട്ടിപ്പ്. ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകാതിരിക്കാൻ അംഗീകൃത ആപ്പുകൾ ഉപയോഗിക്കാനും ജാഗ്രത പാലിക്കാനും വാഹന ഉടമകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദുബൈയിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്ന സ്വകാര്യ പാർക്കിംഗ് കമ്പനി. മൊബൈൽ അല്ലെങ്കിൽ പാർക്കിംഗ് സേവനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഡ്രൈവർമാർ SMS വഴി പണമടയ്ക്കുന്നതിനേക്കാൾ പണം ലാഭിക്കാൻ QR കോഡ് വഴി കഴിയും. ഉപയോക്താക്കൾക്ക് പ്രത്യേക ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ മൊബൈൽ വഴി പണം നേരിട്ടടയ്ക്കാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഹനം ഓടിക്കുന്നവർക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഷാർജ പോലീസ്. ട്രാഫിക് നിയമങ്ങളും സിഗ്നലുകളും ലംഘിച്ചാൽ കടുത്ത ശിക്ഷാ നടപടികൾ ഉറപ്പ്. റെഡ് ലൈറ്റ് സിഗ്നൽ ലംഘിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഗതാഗത മുന്നറിയിപ്പ് ഷാർജ പോലീസ് നൽകിയിരിക്കുന്നത്. എമിറേറ്റിലുടനീളം സുരക്ഷിതമായ ഡ്രൈവിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിലവിലെ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ നടപടി. റെഡ് സിഗ്നൽ ലംഘിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ജീവൻ നഷ്ടമാകുന്നതിനെതിരെ ബോധവൽക്കരണം ഉദ്ദേശിച്ചാണ് വീഡിയോ പുറത്തുവിട്ടതെന്ന് ഷാർജ പോലീസ് വ്യക്തമാക്കി. UAE-യിലെ ഗതാഗത നിയമപ്രകാരം റെഡ് ലൈറ്റ് ഘടിപ്പിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നിയമലംഘനം നടത്തുന്നവർക്ക് 1000 ദിർഹം പിഴ, 12 ബ്ലാക്ക് പോയിന്റുകൾ, 30 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടൽ എന്നിവയാണ് സാധാരണയായി ലഭിക്കുന്ന ശിക്ഷകൾ. 2025 മാർച്ചിൽ പ്രാബല്യത്തിൽ വന്ന UAE-യിലെ കർശനമായ പുതിയ ഗതാഗത നിയമപ്രകാരം റെഡ് ലൈറ്റ് സിഗ്നൽ ലംഘനം ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായാൽ ചുരുങ്ങിയത് 1 വർഷം തടവും 1 ലക്ഷം ദിർഹം വരെ പിഴയും അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒരു ശിക്ഷയും ലഭിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.